എല്ലാവർക്കും നമസ്കാരം. ഓണമൊക്കെ ഇങ്ങ് അടുത്തു അല്ലേ? അപ്പോൾ ഓണസദ്യക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഏത്തപ്പഴം പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും തന്നെ അറിയുന്ന റെസിപ്പി ആയിരിക്കും. നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല കുറുകിയ ഒരു ഏത്തപ്പഴം പുളിശ്ശേരിയാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഒരു ഏത്തപ്പഴമാണ് ഞാൻ ഇവിടെ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഒരുപാട് പഴുത്ത ഏത്തപ്പഴം എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് അത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ അകത്തെ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് മുറിച്ചെടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇതുപോലൊരു ക്യൂബ്സ് ആയിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഒരു ചട്ടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ ചട്ടിയിലേക്ക് നമുക്ക് ഈ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. അപ്പം ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അത് കീറി എടുത്തിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എരിവ് കണക്കാക്കിയിട്ട് അതിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതിലേക്ക് ഇനി നമുക്ക് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയ്ക്ക് വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നെകക്കെ വെള്ളം കിടക്കുന്നത് പോലെ. ഇതിലേക്ക് ഇനി ഒരല്പം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. ഇതിനെ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ചെറുതീയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പം വേവിച്ചെടുക്കുമ്പം വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കഷ്ണങ്ങളായിട്ട് കിടക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അരമുറി തേങ്ങ ചിരകിയതാണ് ഞാനിവിടെ അരപ്പിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത്, അതായത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം മതി. ഒരുപാട് വെള്ളം കൂടി പോകരുത്. അപ്പോൾ ആ വെള്ളം കൂടെ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഫൈൻ പേസ്റ്റാക്കി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് തൈരും കൂടെ ഒന്ന് ഉടച്ചെടുക്കണം. 2 കപ്പ് തൈരുണ്ട്. അതായത് ഏകദേശം ഒരു 1/2 ലിറ്റർ തൈരുണ്ടാവും. പുളിശ്ശേരി ആയതുകൊണ്ട് തന്നെ കുറച്ച് പുളിയുള്ള തൈര് എടുക്കുന്നതായിരിക്കും നല്ലത്. തൈര് തന്നെ വേണം കേട്ടോ, മോര് ശരിയാവുകയില്ല. അപ്പം ഇതിനി നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുക്കാം. ഒട്ടും തന്നെ കട്ട ഉണ്ടാവരുത്. ഇപ്പം തൈരൊക്കെ ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പഴവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നാൽ അങ്ങ് ഉടഞ്ഞ് പോയിട്ടുമില്ല. അപ്പം നമ്മൾ ഒരുപാട് പഴുത്ത ഏത്തപ്പഴമൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പം പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഒരു മീഡിയം പഴുപ്പിലുള്ള ഏത്തപ്പഴമേ എടുക്കാവുള്ളൂ. ഇതിലേക്ക് ഇനി നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ചിടുന്നതായിരിക്കും നല്ലത്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ആ അരപ്പൊക്കെ ഒന്ന് കഴുകി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ അരപ്പൊന്ന് ചൂടായി ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങണം. ഒരുപാടിട്ടങ്ങ് തിളപ്പിക്കരുത്. ചെറിയ തിള വന്ന് തുടങ്ങുമ്പം തന്നെ ഇതിനകത്തേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പം ഈ അരപ്പൊക്കെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പം നമ്മുടെ അരപ്പൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് ചേർക്കുന്നതിന് മുമ്പായിട്ട് തീ തീർത്തും ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റിയേക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ചട്ടി ഒരുപാട് ചൂടായി കിടന്നാൽ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ആ തൈര് പെട്ടെന്ന് അങ്ങ് പിരിഞ്ഞു പോകും. അതുപോലെ തന്നെ തൈര് ചേർത്ത ഉടനെ തന്നെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മുടെ കറി തിളയ്ക്കരുത്. ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. തിളച്ച് കഴിഞ്ഞാൽ വീണ്ടും തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഏത്തപ്പഴം വേവിച്ച കൂട്ടത്തിൽ ഒരല്പം ഉപ്പ് ചേർത്തതേ ഉള്ളൂ, പിന്നീട് ചേർത്തിട്ടൊന്നുമില്ല. അപ്പം ഉപ്പ് എന്താണേലും വേണം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം.
അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ്. അത് നിർബന്ധമൊന്നുമില്ല, തികച്ചും ഓപ്ഷണലാണ്. പക്ഷേ ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ശർക്കര ചേർക്കുന്നത് നല്ലതായിരിക്കും. അതുമല്ല നമ്മുടെ കറി കുറച്ചൊരു മധുരമുള്ള കറിയും കൂടെയാണല്ലോ, അപ്പം ഈ ശർക്കരയും കൂടെ ചേർക്കുമ്പം ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്. ആ കറിയുടെ ചൂടും കൊണ്ട് ആ ശർക്കര അതിലേക്ക് അലിഞ്ഞു ചേർന്നോളും. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പുളിശ്ശേരിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്, എന്നാൽ തളയൊന്നും വന്ന് തുടങ്ങിയിട്ടുമില്ല. ഈ സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് കടുക് പൊട്ടിച്ച് ഇതിനകത്തേക്ക് ചേർക്കണം. അപ്പം കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു ചെറിയ സ്പൂണ് കടുകും കൂടെ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് 2-3 വറ്റൽമുളക് ഒന്ന് നടുവേ മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഈ വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ഉടനെ തന്നെ ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവാപ്പൊടിക്ക് പകരമായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവ കടുക് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ പൊട്ടിച്ചാലും മതി. ഇതിന് നമുക്ക് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് അത് അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി. അപ്പോൾ ഈ ഓണത്തിന് ഈ അടിപൊളി ഏത്തപ്പഴം പുളിശ്ശേരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ. ഇത് മാത്രമല്ല കേട്ടോ, വേറെയും കുറച്ച് സദ്യ റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ലിങ്കും കൂടെ എൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായിട്ട് വരാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.